സാംജി കയറിക്കാം. നമ്മളെ കയറിയിട്ട് ബാക്കിയല്ലേ. എടി ആ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ഇവിടെ ക്രാബ് ഐലൻഡിലാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ കൂടെ സലേഷ്, സാംജി, അങ്ങനെ അവരുടെ ഫാമിലിയും കൂടി ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇവിടെ ക്രാബ് ഐലൻഡിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ദേവു ഹായ് പറഞ്ഞേ. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇത് സലേഷ്, ഇങ്ങോട്ട് നോക്കിയാ. ഇത് സലേഷ്, ഇത് സലേഷിന്റെ വൈഫ് അമൃത, സാത്തൂട്ടൻ. ഇവിടെ സാംജി ഉണ്ട്, പ്രീതി, മിയക്കുട്ടി, സാംജി, ഞങ്ങളെല്ലാവരും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ ബോട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ബാക്കി കാഴ്ചകൾ കാണാം. കുറച്ച് ഇങ്ങനെ ചവിട്ടി കളിക്കാണ്ട്. സൈക്കിൾ എടുക്കാൻ അങ്ങോട്ട് പോകണം. രണ്ടും ഇവിടെ കാണാം. ഇതിപ്പോ ലേശം വെള്ളം കയറി. അപ്പം നമ്മൾ ഇവിടെ ക്രാബ് ഐലൻഡിൻ്റെ എൻട്രൻസിലാണ് ഉള്ളത്. അപ്പം പുലാവ് കയറ്റം എന്നാണ് ഈ ക്രാബ് ഐലൻഡിന് പറയുന്നത്. അതാണ് അവിടെ ഇങ്ങനെ ഒരു ഞണ്ടിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ കയറ്റം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുലാവ് കയറ്റം, പുലാവ് വെച്ചാൽ ഞണ്ട്, കയറ്റം എന്ന് പറഞ്ഞാൽ ഐലൻഡ്, അതാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. മുന്നേ ഞാൻ 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാംജിയും സലേഷൊക്കെ വന്നപ്പോൾ അവരുടെ കൂടെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നമുക്ക് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല സ്റ്റൈലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു ഐലൻഡ് ഫുള്ള് തൂണിൻ്റെ മുകളിലാണ് ഇങ്ങനെ പണിതിരിക്കുന്നത്. മൊത്തം അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആനിയക്കുട്ടി വന്നു. നമ്മൾ അപ്പോൾ അതിലിങ്ങനെ മൊത്തം കുഞ്ഞു കുഞ്ഞു വഴികളാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് സൈക്കിളോ അല്ലെങ്കിൽ ബൈക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മളിവിടുന്ന് റെൻറ്റിന് എടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ സൈക്കിളിൻ്റെയൊക്കെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പിലും ഇങ്ങനെ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേറെ ഉണ്ട്, വലിയവർക്ക് വേറെ ഉണ്ട്. അപ്പം ഓരോ മണിക്കൂർ എത്ര മണിക്കൂറാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് സൈക്കിൾ എടുക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ സൈക്കിൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്.
ഇങ്ങനെ ഒരുപാട് ദൂരം നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് പോവാം. അവരവിടെ സൈക്കിളിൻ്റെ ചാർജൊക്കെ പറയാം കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ സൈക്കിളായിരുന്നു കേട്ടോ എടുത്തത്. അപ്പോൾ സൈക്കിൾ ഇങ്ങനെ ചവിട്ടിപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ വണ്ടിയാണോ എന്താണെന്ന് അറിയില്ല. ഇങ്ങനത്തെ വണ്ടികളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. അപ്പൊ ഞങ്ങളെല്ലാരും മൂന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കയറാൻ പോവാണ്. സൈക്കിളാരും പോയിക്കോട്ടെ. സൈക്കിളാണ് കുറച്ച് ബാലൻസ് ഉണ്ടായി. ഇത് വലിയ ബാലൻസ് ഇല്ല. നമ്മൾ ഈ വണ്ടിയുമ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളായിട്ടാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ താഴേക്ക് ഇങ്ങനെ ഞണ്ടുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് ഈ ചെളിയിൽ. ഇങ്ങനെ ചെറിയ ചെറിയ വഴികളാണ്. അപ്പോൾ ഈ വഴിയിലൂടെ നമുക്ക് നടന്ന് കുറച്ച് വെയിലൊക്കെ ആയാൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്നത് തന്നെയായിരിക്കും സുഖം. ഈ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മൂന്നാളും കൂടി തന്നെ കയറി. സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സൈക്കിൾ എടുത്തിട്ട് ചവിട്ടാം. സൈക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ സൈക്കിളിൽ തന്നെ ഇരുന്നാണ്. അത് അച്ഛൻ്റെ മുന്നിൽ ഇരുന്ന് സൈക്കിളിൽ പോയിരുന്നു അല്ലേ? കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ദേവൂട്ടി അച്ഛനും കൂടി ഒരു സൈക്കിളിലായിരുന്നു. അമ്മ വേറെ സൈക്കിൾ എടുത്തു അല്ലേ? അതാണ് പറയുന്നത്. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു വഴികളാട്ടോ. അപ്പോൾ നമുക്ക് ഏത് വഴി വേണേലും പോവാം. കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്തും. അപ്പോൾ ഇവിടുത്തെ ഷോപ്പുകളാണ് ഇതൊക്കെ. റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇതിൽ വേഗം പോകാൻ പറ്റും. ഇതിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വേഗത്തിൽ പോകാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം അവിടെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു വഴി ആയത് കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ പോകാനേ പറ്റുള്ളൂ. ഇതാ വണ്ടിയാണോ സുഖം സൈക്കിളായിരുന്നു സുഖം? സൈക്കിള് നമ്മള് ഒരു റൗണ്ട് ആയിട്ട് നമ്മള് ടയർഡാവും. ഇതാകുമ്പോ ആക്സിലേറ്റർ തിരിച്ചെടുത്താൽ മതി. ഓടിക്കാൻ സുഖം അല്ലേ? ആ നമ്മള് വന്നാൽ ഇപ്പോഴും ഇവിടെ ഒന്ന് തങ്ങിയിട്ടാ പോലെ. ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കുഞ്ഞു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോ നമ്മളിവിടെ ഇറങ്ങിയാണ്. എല്ലാരും എത്തി. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമ്മളെ വീഴല്ലേ ഇപ്പം ഫിഷില്ലേ? കഴിഞ്ഞിട്ട് ഒരുപാട് ഫിഷുണ്ട്. നക്കിലില്ലേ? ഇതൊക്കെ വീടുകളാണ് കേട്ടോ. ഈ ചെറിയ വഴീൻ്റെ രണ്ട് സൈഡിലും വീടുകളുണ്ട്. അതൊക്കെ ഈ തൂണുകളിലാണ്. ഇവിടുത്തെ ഈ തറയിലൊക്കെ മരമാണ്. പിന്നെ ഈ മരത്തിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തതാണ്. ഈ ഒരു സൈഡിലല്ലേ നല്ല ഭംഗിയുള്ള വീടുകളാണ് ഈ സൈഡിലൊക്കെ ഉള്ളത്. രണ്ട് സൈഡിലുണ്ട് വീടുകൾ. പിന്നെ ചെറിയൊരു വഴി.
സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ അതെ. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റുകളിലുള്ള ഫുഡുകളൊക്കെ ആണെങ്കിൽ തന്നെയും ഇവിടുന്ന് പിടിക്കുന്ന ഞണ്ടുകളും മത്സ്യങ്ങളൊക്കെയാണ് കൂടുതൽ. പിന്നെ ഇവിടെ ഇപ്പം ഈ ഒരു വീട്ടിൽ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. എത്ര വന്നാലും ഇവിടെ മതിയാവില്ല, വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നമ്മൾ വന്ന ആ വഴിയിൽ വീടുകളുടെ ഇടയിലുള്ള കുറച്ച് സ്ഥലം കേട്ടോ, നിറയെ ചെളിയാണ്. പിന്നെ ഇതാ കണ്ട, ഈ തൂണുകളൊക്കെ മുകളിലാണ് ഇങ്ങനെ വീടുള്ളത്. എന്തോ ഉണങ്ങാനൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അവര്. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് എന്താ നടുക്ക് കുറച്ച് വെള്ളമുണ്ട്. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം വരാൻ മതി അല്ലേ? ആ ഇവിടെ വരെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാനുണ്ടെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഓരോ അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാം. എല്ലാ വീട്ടിലും ഇതുപോലെ എന്താ ചെറിയ ചെറിയ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ചൈനീസ് വീടുകളാണ്, അതിന്റെ മുകളിൽ. അതുകൊണ്ട് ഇവിടെ ഫുള്ള് ചൈനീസ് തന്നെയല്ലേ ഇതിനുള്ളിൽ അല്ലേ? അവര് നമ്മളെ പിന്നെ തന്നെ ഉണ്ട് ദേവട്ടിതാ. ഒരാളും മിസ്സിങ് ആണല്ലോ. അയ്യോ പതുക്കെ എടുക്കണേ. അവര് ആ ആൻറ്റി അവിടെ കുറച്ച് ശംഖുകളും മുത്തുകൊണ്ടുള്ള എന്തൊക്കെയോ ഐറ്റംസൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഇത് അവരുടെ ദൈവങ്ങളാട്ടോ, ചൈനീസ് ദൈവങ്ങളാണ്. എല്ലാ വീടിൻ്റെ മുന്നിലും അങ്ങനെ ഉണ്ട്. ഇതാ ഈ സൈഡിലുണ്ട് ഒന്ന്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇതാ ഞണ്ട് ഇവിടെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളൊന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അവരവിടെ ഞണ്ടിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് വലയിന്ന് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കാണാം. അപ്പം ഞങ്ങളിവിടെ പയ്യെ വണ്ടി നിർത്തി. അവിടെ ഞണ്ടിനെ കണ്ടിട്ട് വരാം നമുക്ക്. അപ്പൊ ഇവരിപ്പോ ഇവിടുന്ന് ഞണ്ടിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ വലയിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇതെന്തൊരു തരം ഞണ്ടാണ് അവർ പിടിച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇവിടെ കുറച്ച് അവര് എടുത്തിട്ട് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഞണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ എടുക്കുന്നത് ഈ ഒരു ഞണ്ട് തന്നെ ആയിരിക്കും. എല്ലാവരും ഇവിടെ ഇറങ്ങി കേട്ടോ ഞണ്ടിനെ ഇവിടെ കണ്ടപ്പോൾ. ഒരു കിലോ 40 റിംഗറ്റാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം. സോറി, ഇവിടെ കുറച്ച് മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മീനും ഞണ്ടൊക്കെ കാണിച്ചു തരാമേ. അവരുപയോഗിക്കുന്ന വലകളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്.
നമ്മളിതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ റൗണ്ട് അടിക്കട്ടെ. ഇവിടെ കുറച്ച് വലിയൊരു സ്പേസ് കണ്ട്. ഓഡിറ്റോറിയാണോ? ആ, ഒരു മിനിറ്റ്, ഇവിടെ സ്റ്റേജ് ഉണ്ട് കേട്ടാ. ഇതാ ഇവര് ഈ ക്രാബ് ഐലൻഡിന്റെ ഓഡിറ്റോറിയം ആയിരിക്കും അല്ലേ? ഇവിടെ കൊരങ്ങ വെറുതെ പറയണ. അപ്പൊ അവിടുത്തെ ചുറ്റും കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാണ്. താഴെ പോവോ? പലകൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് ടയർഡ് തോന്നാത്ത എന്താണെന്നറിയോ? ഇപ്രാവശ്യം നമ്മള് സൈക്കിൾ ചവിട്ടുന്നില്ല. ആ, അതുകൊണ്ടായിരിക്കാം. ഇപ്രാവശ്യം നമ്മള് സ്കൂട്ടറിൽ ഇങ്ങനെ പതുക്കെ ആക്സിലേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഭയങ്കര പുള്ളിങ്, ഒന്ന് കറക്കി കഴിഞ്ഞപ്പം നല്ലൊരു പോക്ക് പോകണം. ഇവിടെ ഒരു വീട്ടിൽ കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല വലിയ സാധനമാണ്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ എല്ലാ വീടിൻ്റെ മുന്നിലും കുക്കുംബർ അല്ലേ? കുക്കുംബർ, നീണ്ട കുക്കുംബർ. എന്തായാലും വണ്ടിയിൽ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം രണ്ട് സൈഡിലും നല്ല നല്ല കാഴ്ചകളായതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമുണ്ട്. പിന്നെ വെയിലുണ്ടെങ്കിൽ കൂടിയും അത്ര വെയിലിൻ്റെ ചൂട് അറിയുന്നില്ല. അത് കാരണം വലിയ കുഴപ്പമില്ല നമുക്ക്. പിന്നെ രണ്ട് സൈഡിലും വീടുകളിലൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് തണലൊക്കെ കിട്ടിയിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു. ഒരു റൗണ്ട് അടിച്ച് വന്നാണ്. ഇനി വേറെ വഴിയിലൂടെ പോകണം. വീട് പോണോ? ഇതിലെ പോണോ? ഇതിൽ. അപ്പം നമ്മൾ പോവാത്ത വേറൊരു വഴിയിലേക്ക് കടന്നു കേട്ടോ. ഫുള്ള് ഇങ്ങനത്തെ ചെറിയ ചെറിയ വഴികൾ തന്നെയാണ്. അപ്പോൾ കുറേ വഴികളുണ്ട്. പോയത് ഏതാ പോവാതെ ഏതാ ഒന്നും മനസ്സിലാവില്ല കുറേ പോയി കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വഴിയിലേക്ക് കടന്നിട്ടുണ്ട്. ഗേറ്റൊക്കെ ഉള്ളൊരു വീട്. ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ റോഡുകളുണ്ടതാ. അങ്ങോട്ട് റോഡ് ഫുള്ള് വീടുകളും കടകളും തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണോ അതവിടെ കുറേ സ്ഥലത്ത് തുറന്നിട്ടൊന്നുമില്ല, എന്താണെന്നറിയില്ല. കിൻഡർ ഗാർഡൻ ആണോ? കിൻഡർ ഗാർഡൻ സ്കൂളാണോ? ഇത് ക്രാബ് ഐലൻഡിലെ സ്കൂളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ സ്കൂളാ. ഇവിടെ ഉള്ളവർക്ക് ഇവിടെ തന്നെ സ്കൂളുകൾ അല്ലേ? അങ്ങനെയല്ലേ? പുറത്തുനിന്ന് ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരില്ലല്ലോ. ഇവിടെ ഉള്ളവർക്ക് തന്നെ ആയിരിക്കും. ഇതെന്താ? പ്ലേ ഗ്രൗണ്ട് ആണോ? ശ്രീ ഡോലോ ഡാറ്റോലിം. ഇവിടെ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്. ഇതിനുള്ളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെമ്പിളുകൾ ഉണ്ട് കേട്ടോ. സ്കൂൾ ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ. അപ്പോൾ കുറച്ച് ദൂരം വന്ന് ഇവിടെ ഇങ്ങനെ ചൈനീസ് ടെമ്പിളൊക്കെ കണ്ടപ്പോൾ നമ്മളിവിടെ ഇറങ്ങി. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് എടുക്കാമല്ലോ എന്ന് കരുതി ഇവിടെ ഇറങ്ങിയതാണ്. ഇതൊക്കെ വീടുകളാട്ടോ. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ ഹോംലി ഫുഡ് ഹോട്ടൽ പോലെ അങ്ങനെ നടത്തുകയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അവരെ വീട്ടിനുള്ളിൽ തന്നെ. മലേഷ്യക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം എന്തായാലും മറക്കാതെ കാണണം കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്
വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വരാൻ ഇങ്ങോട്ടേക്ക് കൊലാലംപൂരിൽ നിന്ന് 1 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനേ ഉള്ളൂ. ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് പോർട്ട് ക്ലാങ് വരെ. അവിടുന്ന് നമുക്ക് ബോട്ടിൽ വരാം ഇങ്ങോട്ട്. യാത്രയൊക്കെ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും വരാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മലേഷ്യയിൽ എത്തിയിട്ടുള്ളവർ എന്തായാലും ഇവിടെ വന്നൊന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്താ അഭിപ്രായം. നമ്മളിതാ നല്ല ഭംഗിയുള്ള സ്ഥലം, രീതിക്കാം സൂപ്പർ. ഒരുപാട് ക്ഷേത്രങ്ങളും ഉണ്ട്. ചൈനീസ് ടെമ്പിൾ ഒരു 2 ടെമ്പിൾ നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. ഇത് ഇവിടെ ഫുള്ള് ചൈനീസ് ആണല്ലോ ഉള്ളത് ഇതിന്റെ ഉള്ളിൽ. അപ്പൊ പിന്നെ ചൈനീസ് ടെമ്പിൾ. അവിടെ ഒരു സ്കൂൾ കണ്ടില്ലേ? അവിടെ സ്കൂളുണ്ട്, ഒരു ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്. നമ്മളങ്ങ് പോയപ്പോ തീരത്തില്ലേ സൈഡില് ഒരു വലിയ ശംഖ് കിടക്കുന്നുണ്ടോ? ഇല്ല, അവിടെ കിടപ്പുണ്ടായിരുന്നു. ആണ് ശംഖ് വിൽക്കുന്നൊരു വീട് കണ്ട്. അതല്ല, അതിന് മുന്നായിട്ടാന്ന് തോന്നുന്നു. താഴെ വീട് വെറുതെ താഴെ ഇങ്ങനെ കിടക്കും വലിയ ശംഖ. ശരിക്കും വ്യത്യസ്തമായ ഒരു കാഴ്ചയല്ലേ? മനുഷ്യൻ ബാക്കി സ്ഥലങ്ങളിലുള്ളതിനേക്കാളും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ബിൽഡിങ്ങുകളെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതെ, അതല്ല ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം തൂണിന്റെ മുകളിൽ പലകയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലാണ് ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. വെറൈറ്റി. കൊച്ചിനെ കൂട്ടാതെ പോവാണോ? കഴിഞ്ഞോ പരിപാടി? പിന്നെ എപ്പഴത്തേക്ക് ഇത് ഇങ്ങനെയാ? പിന്നെ ആക്സിലേറ്ററിലാ ഫുള്ള്? ഗേറ്റ് അടച്ചോ? ഇവിടെ ഗേറ്റ് അടച്ചു അല്ലേ? എന്നാ ഇങ്ങോട്ടേക്ക് പോവാലോ. പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് വരാം. എന്നാ ഇങ്ങോട്ടേക്ക് പോവാം. നേരെയുള്ള റോഡ് അടച്ചു. അപ്പൊ ഞങ്ങൾ തൊട്ട സൈഡിലോട്ടുള്ള റോഡാ. കൊറേ വഴികളുള്ളതുകൊണ്ട് എതിരെ വേണേലും പോവാലോ. എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും. ഇടയ്ക്ക് ഇങ്ങനെ ഹമ്പുകൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ഷെയ്ക്കായി പോകുന്നുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ ഇനിയിപ്പോ ബിൽഡിങ്ങുകൾ വരുമായിരിക്കും അല്ലേ? വീടുകളൊക്കെ ഇത് ഇങ്ങനെയുള്ളതിന്റെ മുകളിലാണ് വീടുകളൊക്കെ. കഴിഞ്ഞോ? ഇവിടെ കഴിഞ്ഞോ? അവിടെ കഴിഞ്ഞു. എൻ്റെ ഇവിടെയും കഴിഞ്ഞോ? ഇവിടെയും കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് വീണ്ടും വളച്ചു പോകണം. ഇതിപ്പോ എവിടെ എത്തും? ഇവിടെ എൻ്റെ തോന്നുന്നു തിരിച്ചു വേണ്ടി വരും തോന്നുന്നു. അവിടെ പാലം പൊട്ടിയ പാലാ തിരിക്കല്ലേ? അപ്പൊ ഇവിടെ എത്ര ഉള്ളൂ. ഇനി അടുത്ത വഴിയിലേക്ക് ട്രൈ ചെയ്യാം. എവിടെ മങ്കി? ഏതാ മുകളിലൊക്കെ മങ്കി? അതാ മുമ്പിലതാ. ദേവു കാണുന്നുണ്ട് മങ്കീനെ? മങ്കീനെ കാണുന്നതാ അതിന്റെ മുകളിലതാ. എന്റെ ക്യാമറ കൊണ്ടുപോവാ. ചളിയില് തള്ളിയിടല്ലേ? ഇതൊക്കെ എന്നെ പൊട്ടി കിടക്കണ്ടല്ലേ? എന്താ പറഞ്ഞ? ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ്ട്. എന്താ മീനോ? നല്ല ചെളി കേട്ടോ ഇവിടെ. ഇപ്പൊ ഈ മരത്തിന്റെ വേര് കണ്ടോ? വീടുകളൊക്കെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ തൂണുകളുടെ മുകളിൽ. സൈക്കിളുകൾ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ അല്ലേ? സൈക്കിൾ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണോ? പക്ഷെ ആ ഫ്രണ്ടില് സൈക്കിള് അവിടെ ഷോപ്പിൽ കണ്ടിരുന്നു കുറച്ച്. പക്ഷെ എന്നാലും കൂടുതലില്ല അല്ലേ? നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ ഒരുപാട് സൈക്കിളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം അത്രയൊന്നും കാണാനില്ല. ഇപ്പം കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇതായിരിക്കും. അതാ സൈക്കിളിലല്ലേ വരുന്നൊരു കുട്ടികളല്ലേ? ബാങ്ക് എടുക്കാനുണ്ടോ? ATM ബാങ്കാ അല്ലേ? ഓ, അപ്പൊ ക്രാബ് ഐലൻഡിലെ ബാങ്കാണ് കേട്ടോ അവിടെ കണ്ട.
ക്രേബ് ബാങ്ക് അല്ല, മെയ് ബാങ്ക്. അതെ, ക്രേബ് ഐലൻഡിലുള്ള മെയിൻ ബാങ്ക്. ഓക്കെ, ഒരു അടിപൊളി വീട്, കുഞ്ഞു ഗേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ, നല്ല നീളമുണ്ട് ഈ വീടിന്, കളർഫുൾ. ടാങ്ക്, വീടിന്റെ ടാങ്ക് ഇതിൽ പോയി വെക്കണം. അന്ന് പോയ വഴി ഇവിടെ കയറ്റാണ്. കയറ്റം കയറ്റം. ഇവിടെ ഫ്രണ്ടിലേക്ക് നോക്കിയാ ഒരു കുഞ്ഞു കയറ്റം. അതിൽ എൻ്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഒരു ബോട്ട് നോക്കിയ ദേവു. കയറി 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 കയറി. ഞാനിതാ പാട്ടിന് പോണേ. അവർ വരുന്നുണ്ട്. ഇഷ്ടായടാ. അവിടെ ലോക്ക് ചെയ്തോ, ഫുള്ള് ലോക്ക് ചെയ്തില്ല ഇവിടെ കുറെ സ്ഥലങ്ങള്. നല്ലതാ. അവാ ഞാനിപ്പോ വീടാനേ. അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ തറയൊക്കെ കണ്ട ഫുള്ള് മരങ്ങളാട്ടാ. മോനെ വാ. പോലെ പോലെ. അതെ, ഇവിടെ പണി നടക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക്. പണ്ടത്തെ വഴി പോയി, അങ്ങോട്ടേക്കുള്ള വഴി പോയി. മുന്നേ വന്ന സമയത്ത് ഇവിടെ ഇരിക്കാനായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്തോ പണി നടക്കുന്നത് കാരണം ഇവിടെ അങ്ങോട്ടേക്ക് ഉള്ള വഴി പോയി. അതുപോലെ തന്നെ ഇവിടെ നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. സ്നാക്സിൻ്റെ ടൈമായില്ലേ? സൈഡായി, എല്ലാവരും സൈഡായിരിക്കുകയാണ്. മിനറൽ വാട്ടർ ഉണ്ട്. അച്ഛനോട് പറ, അച്ഛൻ്റെതാണ് ബൈക്ക്, അച്ഛനാണ് ബൈക്ക് എടുക്കുന്നത്. ഏറെക്കുറെ ദേവുച്ചിന്റെ വീട്ടിൽ പോകണം. അതെ അതെ അതെ, ഗോ. ആ ബാഗിന്റെ കയ്യിൽ. ആ ഇതിൽ അങ്ങോട്ടേക്ക് അത്ര പോവാനില്ലല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവര് ആ ഇത് ഫുള്ള് മരം തന്നെയാ. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. മരത്തിന്റെ സൗണ്ട്. വീണ ചെളിയിലേക്കാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ ഞങ്ങള് ലൈവ് ഇടുന്നതാണ്. ഞങ്ങളെ വീട്ടിൽ തന്നെ കേട്ടോ. അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ദേവു ബോട്ടൊക്കെ നിർത്തിയിട്ടാ കണ്ടോ സൈഡിൽ. എന്താണ് ഇവിടം വരെയുള്ളൂ അല്ലേ? ഇത് ഇവിടം വരെയുള്ളൂ. ഇവിടുന്ന് തിരിച്ചു വിടാം. ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകണം. എന്റെ ഹാർലി ഡേവിഡ്സൺ ആയതുകൊണ്ട് നീളം കൂടുതലാ. അവരിങ്ങോട്ട് വന്നില്ല. കൃഷിയില്ല. അങ്ങോട്ടൊന്നുമില്ല, അവിടെ ഒന്നുമില്ല. പോരി പോരി വീട്ടില് പോരെ. വീട്ടിലേക്കുള്ള വഴിയാണോ അത് പോണ് വഴി?
വെയിറ്റ്. ഈ മീനിനെ കൊണ്ടുവരുന്ന സ്ഥലം കേട്ടോ. നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. ഫ്രഷ് മീൻ കിട്ടും. ഒക്കെ മീനാണ് കേട്ടോ. ഇതിലൊക്കെ മീനുണ്ട്. നമുക്ക് നല്ല ഫ്രഷ് മീൻ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിലെത്താൻ ലേറ്റ് ആവുന്നത് കാരണം നമുക്കത് വാങ്ങിക്കാൻ യാതൊരു വഴിയുമില്ല. അങ്ങോട്ട് വളച്ചോ, അങ്ങോട്ട് വളച്ചോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ വഴി മാറി. വളച്ചോ, അത് വീട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടുത്തെ വഴിയൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ചില വഴി ചെന്ന് അവസാനിക്കുന്നത് ചില വീട്ടിലേക്കുള്ള വഴിയായിട്ടാണ്. ചില വീട്ടിലേക്ക് ചെന്ന് അവസാനിക്കുന്നത്. വെള്ളം വാങ്ങട്ടെ. ആർക്കും മോന് വെള്ളം വാങ്ങുന്നുണ്ട്. സാധു മിനറൽ വാട്ടർ സാത്തു. കിച്ചി മതി. എത്ര 11 ആയിട്ടുള്ളൂ അല്ലേ? 11 ആയിട്ടുള്ളൂ. 11 ആയിട്ടുള്ളൂ. വണ്ടി കൊടുത്താൽ പിന്നെ നമ്മൾ വീണ്ടും അടുത്ത 10 കിട്ടാം. വേണ്ട, ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ വെച്ചാൽ പോരെ വണ്ടി. എക്സ്ട്രാ പൈസയാണ്. 1 മണിക്കൂറായി. അല്ല, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ്. 1 മണിക്കൂറിന് വണ്ടിക്ക് എത്രയാ പറഞ്ഞേ? 10 റിംഗറ്റ്. 10 റിംഗറ്റ് 1 മണിക്കൂറിന് കേട്ടോ. അതായത് ടൈംസ് 17.5. 170 രൂപ 1 മണിക്കൂറേക്ക് ഈ ഒരു വണ്ടിക്ക്. എന്തായാലും കഴിഞ്ഞിട്ടും ടയർഡായി. അത് നമ്മൾ സൈക്കിൾ കിട്ടിയ ടയർഡായിരുന്നു. സൈക്കിളൊക്കെ ടയർഡായി. പക്ഷെ ഞാനിപ്പോൾ ശരിക്കും വിചാരിച്ചു 1 മണിയൊക്കെ ആവാനായിരുന്നു. കുറച്ച് നേരം അങ്ങനെ വെയിലതൊക്കെ കണ്ടു വിശപ്പുമായി. സൈക്കിൾ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇവിടേക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂറൊക്കെ ആവും. 1 മണിയൊക്കെ ആവും. അതെ, ലേറ്റ് ആവും. കുറച്ച് സ്പീഡ് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. എന്നിട്ട് ഇവിടെ പോർട്ടുഗാങ്ങിൽ എത്തിയതിന് ശേഷം അവിടെ ഒരു കടേൻ്റെ അവിടെ ഇരുന്നിട്ട് കഴിച്ചു. അതിൻ്റെ ഫോട്ടോ. ഇതെന്ത് വണ്ടിയാ? ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ. നടക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. മക്കള് നമ്മളെ ആലോചിക്കുന്നുണ്ടോ? ഇത് വേറൊരു ടെമ്പിളാട്ടോ. ചൈനീസ് ടെമ്പിളാണ്. നേരത്തെ കണ്ടത് കൂടാതെയുള്ള വേറൊരു ടെമ്പിൾ. നേരത്തെ നമ്മൾ 2 കണ്ടു. ഇത് വേറൊന്ന്.
നേരെ വീട്ടിലേക്ക് പോയതാണ്. ഏ അല്ല അയാളെ വീട്ടിലേക്ക് പോയതാണ്. ഒരു പാക്കിലില്ലേ? നമ്മൾ ഈ സൈഡിലേ പോയുള്ളൂ, ആ സൈഡിലേക്ക് പോകാനില്ലേ ഇനടെ? ഇല്ല, ആ സൈഡിൽ നിന്ന് കടലാ, സൈഡിലേക്ക് പോകണം. എൻ്റെ ഈ ഭാഗത്തുനിന്ന് കഴിച്ചിട്ടില്ല. എടാ, ഈ ഭാഗത്തുനിന്ന് ഭക്ഷണം ഞങ്ങൾ തിരിച്ച് കഴിച്ചിട്ടില്ല, അപ്പുറത്തെ ഭാഗത്തുനിന്നാണ് കഴിച്ചത്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയി നോക്കാം, എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വിടാം. ഇവിടെ കണ്ടിട്ട് വലിയ കളക്ഷൻസ് ഒന്നും കാണുന്നില്ല. ഇവിടെ ആൾക്കൂട്ടൊന്നുമില്ല, സംഭവം കാണാനൊന്നുമില്ല. നമുക്ക് അപ്പുറത്തേക്ക് വിടാം. ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നല്ലേ, ഫുഡ് ഷോപ്പുകളാണ്. ഇവിടെ തിരക്കിട്ട് നോക്കണോ? പക്ഷെ നല്ല തിരക്കാണ്. നമ്മളെ പഴയ സ്ഥലത്തേക്കിനെ വിടാം. അപ്പുറത്തെ കടയല്ലേ നമ്മൾ കഴിക്കാം. ഇവിടെയുണ്ട് കടകൾ, നമ്മുടെ ഇവിടെ സൈഡാണെങ്കിൽ. അപ്പം ഞങ്ങൾ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ കറങ്ങി കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ ഇതിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ആ അതെ, വീടിൻ്റെ മേൽക്കൂര ഒരാൾ അവിടുന്ന് പണിയുന്നുണ്ട് അല്ലേ. ഉച്ചയപ്പോഴത്തേക്ക് നല്ല തിരക്കായി. നമ്മൾ വരുമ്പോൾ ഇവിടെ എത്ര തിരക്കില്ലായിരുന്നേ. ഇതുപോലത്തെ ഒരു ക്രാബ് ഞങ്ങൾ വാങ്ങിച്ചേ ആണല്ലേ. ഇത് ഇവിടുത്തെ ക്രാബ് തന്നെയാണ്. ഇവിടെ കേറ്റൻ ക്രാബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞാൽ അവരെടുത്തിട്ട് കുക്ക് ചെയ്ത് തരും. ജീവനുള്ള ഞണ്ട് കേട്ടോ കൂട്ടാ. നോക്ക് ദേവു, കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. Lebih kurang 1 kilo. 1 kilo 2 atau 3 ekor. 1 kilo 28. 1 kilo 2 atau 3 ekor. Itu hitam. 2 ekor. 3 kilo punya. 1 kilo 78. Satu crab berapa? Dua. 1 kilo ya. Dua. ഇതാണ് കേട്ടോ. ഇത് ചൈനീസ് ടീ ആണ്. ചൈനീസ് ടീ. കുറച്ചുകൂടി ടൈം. ഈ റെസ്റ്റോറൻറ്റിലെ കിച്ചൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടുള്ള പാത്രങ്ങളാട്ടത്. ഇതിലൊക്കെ ഞണ്ടുകളുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞണ്ടുകളെയാണ് അവർ എടുത്ത് കുക്ക് ചെയ്ത് തരുന്നത്. അങ്ങനെ കുറേ എടുത്തേക്കാം. പാത്രം കൈ കൊടുക്കണ്ടേ? ഇല്ല പ്ലേറ്റ് വാങ്ങിക്കടാ.
ഇവിടെ സൈഡായി കിടക്കുന്നത് സാത്തോട്ടൻ. ഇവിടുന്ന് ഇറങ്ങി ക്രാബ് ഐലൻഡിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ബോട്ടിലാണുള്ളത്. ഇങ്ങോട്ടേക്ക് നമ്മൾ സ്പീഡ് ബോട്ടിലായിരുന്നു വന്നിട്ടുള്ളത്. ഇപ്പം അങ്ങോട്ട് ഈ ഒരു ഹൗസ് ബോട്ട് പോലുള്ളൊരു ബോട്ടിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ബോട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് ചെയ്യാതെ പോരാൻ പറ്റി. നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ എല്ലാവരും കൂടി ആയിട്ട്. അവരെല്ലാവരും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ശരിയാവും, വലിയ ടയേർഡായില്ല നമ്മൾ. ഇപ്പോൾ 1:45 ആയുള്ളൂ. അപ്പോൾ 1:45 നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ബോട്ട് സ്റ്റാർട്ടായി കേട്ടോ. അച്ഛനെ വിളിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ക്രാബ് ഐലൻഡിലേക്കുള്ള യാത്ര ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഇറങ്ങി, ബോട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ പോർട്ട് ക്ലാങ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ റെയിൽവേ ട്രാക്കിൻ്റെ എൻഡാണ് കേട്ടോ. ഇവിടം വരെയേ ഉള്ളൂ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കടലാണ്. അപ്പോൾ ഈ പോർട്ട് ക്ലാങ് ടൗൺ എന്ന് പറയുന്നത് കടൽ മാർഗം മലേഷ്യയിലേക്കുള്ള മെയിൻ ഗേറ്റ് വേ കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു തുറമുഖമാണ് മലേഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റെയിൽവേ ട്രാക്കിൻ്റെ എൻഡ്. കുലാലംപൂരിൽ നിന്നൊക്കെ പോർട്ട് ക്ലാങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇവിടം വരെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ റെയിൽവേ ട്രാക്കിൻ്റെ എൻഡ് വരെ കണ്ടു. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കടലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാബ് ഐലൻഡിലേക്കുള്ള യാത്ര, അതായത് ഞണ്ടുകൾ നാട്ടിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.